പിന്നെ ഇന്നത്തെ മീറ്റിംഗിൽ വളരെ പ്രധാനപ്പെട്ട ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്, മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള സംസ്ഥാനം കേരളമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ജനസാന്ദ്രത കൂടുതൽ ഇന്ത്യയിൽ കേരളത്തിലാണ്. ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ് സംസ്ഥാനത്തെ ജനസാന്ദ്രതയുടെ ശരാശരി. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വന്നവരാണ്, ഇവിടെ ഇതിന്റെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതുപോലെ വീതിയുള്ള റോഡ് നമ്മുടെ നാട്ടിൽ അത്ര എളുപ്പത്തിൽ പറ്റില്ല. കാരണം റോഡ് വീതി കൂട്ടാനോ പുതിയ റോഡ് ഉണ്ടാക്കാനോ ഭൂമി അവിടെ കിട്ടാനില്ല. എല്ലായിടത്തും വീടുകളാണ്, കെട്ടിടങ്ങളാണ്. അത് പൊളിച്ചു മാറ്റൽ എളുപ്പമല്ല. ഇനി അത് പൊളിച്ചാൽ തന്നെ അവരെ വേറെ സ്ഥലത്ത് താമസിപ്പിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം. ഇപ്പോൾ വലിയ തുക ഭൂമി ഏറ്റെടുക്കൽ നൽകേണ്ട സ്ഥിതിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. പക്ഷേ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഭാവിയിൽ കേരളം കടുത്ത ഗതാഗത കുരുക്കിന് വിധേയമാകേണ്ട സ്ഥിതി വരും. ജനങ്ങൾ ഗതാഗതക്കുരുക്ക് അനുഭവിച്ച് വീർപ്പുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കേരളം പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ ഒരു 20 കൊല്ലം അപ്പുറത്തേക്ക് കണ്ടുകൊണ്ട് ഒരു 2044 വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കുറേയേറെ പദ്ധതികൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പൊതുവെ വളരെ പോസിറ്റീവായ സമീപനമാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ വളരെ പോസിറ്റീവായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. നല്ല നിലയിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കാനും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ അദ്ദേഹം അതേ അർത്ഥത്തിൽ അതേ സ്പിരിറ്റിൽ കാണുകയും അതിനെ പിന്തുണക്കുന്ന ഒരു നിലയും പൊതുവെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. അതിന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ സംസ്ഥാനത്തെ മന്ത്രിസഭ കൂടി ചർച്ച ചെയ്ത ചില കാര്യങ്ങൾ അതിൽ ഭാവിയിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. അതും ഇനി സംസ്ഥാനത്ത് ക്യാബിനറ്റ് ചർച്ച ചെയ്ത ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് മുന്നോട്ട് പോകും. പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഗ്രീൻഫീൽഡ് ഹൈവേ NH 966 നാഷണൽ ഹൈവേ 966, ഈ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ പ്രവൃത്തി പൊതുവെ ഞങ്ങൾ പരിശോധിച്ചു. അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാണ്. അത് ഇനിയും വേഗത്തിലാക്കാനും അതിന്റെ പ്രവർത്തികൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ജനങ്ങളുമായി സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതും സംസാരിച്ചു പോകാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതും നല്ല നിലയിൽ സംസ്ഥാന സർക്കാർ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ നേരത്തെ 8-9 വർഷം മുമ്പോ അല്ലെങ്കിൽ 7 വർഷം മുമ്പോ ഒക്കെ നൽകിയ പദ്ധതികൾ അത് മറ്റു പല കാരണത്താൽ കേന്ദ്ര സർക്കാരിന് സഹായിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നിട്ടുണ്ട്. ആ പദ്ധതികളെ കുറിച്ചും ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ പ്രധാനമായും 7 പദ്ധതികൾ, അത് 7 വർഷം മുമ്പാണ് അതിന്റെ DPR തയ്യാറാക്കിയത്. ഇന്ന് അതിന്റെ വാല്യൂലൊക്കെ മാറ്റം വന്നതുകൊണ്ട് അലൈൻമെന്റിൽ തന്നെ മാറ്റം വരുത്തി മുന്നോട്ട് വെക്കണമെന്നുള്ള നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചു. 4 വരിയാക്കേണ്ടതാണ്. അതിലൊന്ന് കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പ് മുതൽ കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി വരെ, അതായത് വയനാട്ടിലേക്ക് നിങ്ങളൊക്കെ സഞ്ചരിച്ചാണ്. കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക്, വയനാട് ചുരത്തിന്റെ അടിയിലാണ് പുതുപ്പാടി. മലാപ്പറമ്പ് കോഴിക്കോട് സിറ്റിയിലാണ്. മലാപ്പറമ്പ് മുതൽ പുതുപ്പാടി വരെ NH 766 4 വരിയാക്കാൻ, 35 കിലോമീറ്റർ 4 വരിയാക്കാൻ ഉള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രപ്പോസൽ തത്വത്തിൽ അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അലൈൻമെന്റിലെ ചേഞ്ചും 7 വർഷം മുമ്പാണ് എന്നുള്ളതിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ പുതുപ്പാടി മുതൽ മുത്തങ്ങ വരെ, വയനാട്ടിലെ മുത്തങ്ങ വരെ NH 766 തന്നെ 77 കിലോമീറ്ററാണ്, 77.60. ഇതും പുതിയ അലൈൻമെന്റിലും മറ്റും മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം തത്വത്തിൽ അദ്ദേഹം അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ നിന്നും കൊല്ലം അഞ്ഞിലിമൂട് NH 183, അത് 62.10 കിലോമീറ്ററാണ്. അതും നവീകരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുതിയ അലൈൻമെന്റ് വെച്ചിട്ടുള്ള പ്രപ്പോസൽ അംഗീകരിക്കാമെന്നുള്ളതും അദ്ദേഹം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം പൊൻകുന്നം NH 183 30.30 കിലോമീറ്ററാണ്. കോട്ടയത്ത് നിന്നും
പൊൻകുന്നം വരെയുള്ള റോഡിന്റെ നവീകരണത്തിനും തത്വത്തിൽ അംഗീകാരം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. മുണ്ടക്കയം മുതൽ കുമിളി വരെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്.